ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓട്ടുകോള എന്ന സസ്യത്തെ പറ്റിയാണ്. ഓട്ടുകോള സെൻഡല ഏഷ്യാറ്റിക്ക ഒരു പ്രധാന ഔഷധ സസ്യവും ഭക്ഷ്യയോഗ്യമായ ഇലയുള്ള ചെടിയുമാണ്. മലയാളത്തിൽ ഇത് സാധാരണയായി മുത്തില്ല അല്ലെങ്കിൽ ഉടക്കൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആയുർവേദത്തിലും നാട്ടു ചികിത്സയിലും വളരെ പ്രാധാന്യമുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സെൻഡല്ല ഏഷ്യാറ്റിക്ക എന്നാണ്. ഇവയുടെ കുടുംബം ആപ്പിയാസി കുടുംബത്തിലാണ്. ഇവ നിലത്ത് പടർന്ന് വളരുന്ന ഔഷധ ചെടിയാണ്. ഇവയുടെ ഉത്ഭവം ഏഷ്യയിലാണ്. ഇവയുടെ ഇലകളും തണ്ടുമാണ് ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ. വൃത്താകൃതിയിലുള്ള ചെറുതായ പച്ച ഇലകളാണ് ഇവയുടെ പ്രത്യേകതകൾ. ഈർപ്പമുള്ള മണ്ണിൽ വേഗത്തിൽ പടർന്നു വളരും. ചെറിയ പിങ്ക് വെള്ള നിറത്തിലുള്ള പൂക്കളുണ്ടാകും. മിതമായ സൂര്യപ്രകാശം അല്ലെങ്കിൽ അർദ്ധനിഴൽ ആണ് ഇവയുടെ വളർച്ചയ്ക്ക് ആവശ്യം. നേരിട്ടുള്ള കഠിന സൂര്യപ്രകാശം ഒഴിവാക്കുക. ഈർപ്പമുള്ളതും പോഷക സമൃദ്ധവുമായ മണ്ണാണ് ഇവയ്ക്ക് ആവശ്യം. വെള്ളം നന്നായി പിടിച്ചു നിർത്തുന്ന മണ്ണ് അനുയോജ്യമാണ്. മണ്ണ് ഉണങ്ങാൻ അനുവദിക്കരുത്. സ്ഥിരമായ നനവ് ആവശ്യമാണ്. ഇവ ഭക്ഷണത്തിനായി ചട്നി, തോരൻ, കറിയായി ഉപയോഗിക്കുന്നു. ഇവ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ചർമ്മ സംരക്ഷണത്തിനും ശരീര തണുപ്പ് നൽകാനും ആണ് ഇവയെ ഉപയോഗിക്കുന്നത്. തണ്ട് കട്ട് ചെയ്ത് അല്ലെങ്കിൽ വേരോട് കൂടിയ ഭാഗം നട്ടു വളർത്താം. ചട്ടിയിലും തോട്ടത്തിലും എളുപ്പം വളരും. ശുദ്ധമായ സ്ഥലങ്ങളിൽ വളർത്തിയ ഇലകൾ മാത്രമേ ഉപയോഗിക്കാവൂ. മലിനജലമുള്ള സ്ഥലങ്ങളിൽ വളർന്ന ഓട്ടുകോള ഉപയോഗിക്കരുത്. ഓട്ടുകോള ഒരു ഈർപ്പപ്രിയമായ ഔഷധ ഭക്ഷ്യ സസ്യമാണ്. ചട്ടിയിലും തോട്ടത്തിലുമായി എളുപ്പത്തിൽ വളർത്താം. ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയാണ് ഇവയ്ക്ക് അനുയോജ്യം. കേരളത്തിലെ കാലാവസ്ഥ വളരെ യോജ്യമാണ്. കനത്ത തണുപ്പ് ഒഴിവാക്കണം. ഈർപ്പമുള്ളതും പോഷക സമൃദ്ധവുമായ മണ്ണാണ് ഇവയ്ക്ക് ആവശ്യം. വെള്ളം നന്നായി പിടിച്ചു നിർത്തുന്ന മണ്ണ് ആണ് ഇവയ്ക്ക് ആവശ്യം. തോട്ടമണ്ണ് 2 ഭാഗമായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. കമ്പോസ്റ്റ്, വെർമിക കമ്പോസ്റ്റ് ഒരു ഭാഗമാണ് ഇട്ട് കൊടുക്കേണ്ടത്. കൊക്കോപീറ്റ് ചാണകപ്പൊടി ഒരു ഭാഗമാണ് ഇട്ട് കൊടുക്കേണ്ടത്. തണ്ട് കട്ടിംഗ് അല്ലെങ്കിൽ വേരോട് കൂടിയ ഭാഗം ഉപയോഗിച്ച് നടാം. 10-15 സെൻറ്റിമീറ്റർ അകലം നൽകി നടുക. ചെടി നിലത്ത് വളരുന്നതിനാൽ വീതിയുള്ള ചട്ടിയാണ് നല്ലത്. അർദ്ധനിഴൽ അല്ലെങ്കിൽ മിതമായ സൂര്യപ്രകാശം ഇവർക്ക് ആവശ്യമാണ്. കഠിനമായ നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കുക. മണ്ണ് ഒരിക്കലും പൂർണ്ണമായും ഉണങ്ങാൻ അനുവദിക്കരുത്. ദിവസവും അല്ലെങ്കിൽ ആവശ്യത്തിന് നനയ്ക്കുക. വെള്ളക്കെട്ട് ഉണ്ടാകരുത്. 15-20 ദിവസത്തിൽ ഒരിക്കൽ ജൈവവളം നൽകാം. കമ്പോസ്റ്റ്, വെർമിക കമ്പോസ്റ്റ്, പഞ്ചഗവ്യം ഉപയോഗിക്കാം. രാസവളങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. നട്ട് 30-40 ദിവസത്തിനുള്ളിൽ ഇലകൾ പറിക്കാം. മുകളിൽ നിന്നുള്ള ഇലകൾ മാത്രം പറിക്കുക. ചെടി വീണ്ടും വേഗത്തിൽ വളരും. അധിക വെള്ളം കൊടുക്കരുത്. അത് വേരുപുഴുക്കിന് കാരണമാകും. ഇല മഞ്ഞയാകാൻ തുടങ്ങിയാൽ പോഷകക്കുറവ് തുടങ്ങും. ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം. ശുദ്ധജലത്തിൽ വളർത്തിയ ഓട്ടുകോള മാത്രം ഉപയോഗിക്കുക. മലിനജലം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ വളർന്ന ഇലകൾ ഭക്ഷിക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.